അസ്സലാമു അലൈക്കും. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, MSFൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ PK നവാസ് സാഹിബ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഇവിടെ നിൽക്കുന്നത്. വയനാടെന്നത് ഹൃദയത്തിലൊരു വൈകാരിക ബന്ധമുള്ള ഇടമാണ്. ഇവിടുത്തെ മനുഷ്യരോട്, ഇവിടുത്തെ നാടിനോട് ഒക്കെയും മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ ഈ നാടിനോടുള്ള അടുപ്പം, നിങ്ങളുടെ ഹൃദയത്തോടുള്ള വൈകാരികത എന്നത് നിങ്ങളോട് സംവദിക്കുമ്പോൾ മാത്രം ഉണ്ടായ ഒന്നാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, നിങ്ങളോട് ചേർന്ന് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു ആവേഗമാണ് നിങ്ങളിലുണ്ടാവുന്ന നന്മയെ തിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് പകർന്ന ആത്മവിശ്വാസവും നിസ്വാർത്ഥതയും ഞങ്ങൾക്ക് നൽകിയ പൂർണ്ണാർത്ഥത്തിലുള്ള വിശ്വാസവുമാണ് നിങ്ങളുമായുള്ള ഈ അടപ്പത്തിന് കാരണം. ഞാനിവിടെ പറയാൻ കാരണം, MSFൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അഭിമാനത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന രണ്ട് മുഖങ്ങളാണ് ഈ ജില്ലയെ നയിക്കുന്നത്. പ്രിയപ്പെട്ട പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ റിൻഷാദും ഫായിസും ഈ ജില്ലയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയ ഒരു രാഷ്ട്രീയ ചിത്രമുണ്ട്. അതൊരു തുടർച്ചയാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പടിപടിയായി അവർ ഈ വയനാടിൻ്റെ ഗ്രാമാന്തരങ്ങളെ തേടിപ്പോവുകയും അവിടെയുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുകയും അവരോട് ചേർന്നൊരു പുതിയ തലമുറയെ കോർത്തുകെട്ടുകയും അതുവഴി അത്ഭുതകരമായ ചരിത്രപരമായ വിജയങ്ങൾ സമ്മാനിക്കുകയും സംഘടനയ്ക്ക് വലിയ വിത്തുകൾ പാകുകയും ചെയ്ത കൂട്ടരാണ്. MSFൻ്റെ സംസ്ഥാന കമ്മിറ്റി പറയുന്ന പരിപാടികൾക്കപ്പുറത്ത് ഈ ജില്ല സംസ്ഥാന MSF കമ്മിറ്റിയെ പോലും വഴി നടത്തിയ ചില ചിന്തകൾ നൽകിയ ഒരു കൂട്ടമാണ്. നിങ്ങൾ ഈ സംസ്ഥാന MSFൻ്റെ ജില്ലാ MSFൻ്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിപാടിയുണ്ട്. ഓഞ്ചായ് എന്നാണ് അതിൻ്റെ പേര്. പൂർണ്ണാർത്ഥത്തിൽ ഒന്നാവാൻ പ്രഖ്യാപിക്കുന്ന ഓഞ്ചായ് എന്ന വാചകം കൊണ്ട് നിങ്ങൾ തിരുത്തിയത് ഒരു ജനതയുടെ കാഴ്ചപ്പാടാണ്, വിശ്വാസ്യതയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്നത് തിരുത്തലാവേണ്ട ഒരു പ്രക്രിയയാണ്. പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ഒന്നല്ല, ഒരു തിരുത്തുണ്ടാവേണ്ട സംഘബോധമാണ്. ശരിയുടെ പക്ഷം ഓരം ചേർന്ന് നടക്കുമ്പോഴും ഒരു തിരുത്തുണ്ടാവണം. ഒരു പുതിയ ശരികൾ തേടിയുള്ള തിരുത്താണത്, ഒരു പുതിയ വഴികൾ തേടിയുള്ള യാത്രയാണത്. അതെല്ലാവർക്കും സാധ്യമാവുന്ന ഒന്നല്ല, പുതിയ തലമുറയിൽ സംവദിക്കാൻ കഴിയുന്ന ഒന്ന് മാത്രമാണത്. തലമുറകൾ കടന്നു പോകുമ്പോൾ പിറകെയുണ്ടായിരുന്നവർക്ക് ഒരു പക്ഷേ ആ മാറ്റങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവരുടെ വായനയിൽ അത് ശരി തെറ്റാവണം എന്നില്ല. എന്നാൽ MSFകാരുടെ സമഭാവനയിൽ വിരിയേണ്ട ഈ തെറ്റും ശരിയും എന്ന ഒന്നുണ്ട്. അത് ഈ കാലത്തോട് ചേർത്ത് വായിക്കുമ്പോൾ മാത്രം ബോധ്യമാവുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വയനാട്ടിലെ ജില്ലാ MSFനെ ചേർത്ത് വെച്ച് പറയട്ടെ, നിങ്ങൾ ഈ കാലത്തോട് സഞ്ചരിക്കാൻ കഴിഞ്ഞ വിദ്യാർത്ഥി കൂട്ടമാണ്. നിങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ മുന്നോട്ട് വെച്ച പരിപാടികൾ, പദ്ധതികൾ, നിങ്ങൾ ഉയർത്തിയ രാഷ്ട്രീയ ചിന്തകളൊക്കെയും ഈ നാട്ടിൽ മനോഹരമായ രാഷ്ട്രീയത്തെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. ഈ ഹരിത പതാക അഭൂതപൂർവമായ മനോഹരമായ കാലം നിങ്ങൾ സമ്മാനിക്കാൻ കഴിഞ്ഞത് ഈ ജില്ലയിൽ മനോഹരമായ ഒരു കാലം തന്നെയാണ് അതിന് ബാക്കിയായത് എന്നും ചേർത്ത് വെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, പുതിയ കാലം എന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. മെല്ലെയാണ് നമ്മൾ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമുക്ക് അവരെ മാത്രം തള്ളിപ്പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല അത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന ചോദ്യത്തിന്
ഒരു നല്ല അടയാളങ്ങളെ പോലും ചൂണ്ടിക്കാണിക്കാൻ പ്രയാസപ്പെടുന്ന ഒരു കാലമാണിത്. നിങ്ങൾ നോക്ക്, വേറെ പണിയില്ലാത്തത് കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണോ എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നാം. ഇൻസ്റ്റാഗ്രാമിൽ അവർ കാണുന്നത് ലോകത്തെ പൊളിറ്റിക്സ് ആണ്, പലതരം പൊളിറ്റിക്സുകളാണ്. ആ പൊളിറ്റിക്സിൽ പ്രധാനമായ ഒന്ന് ഇവിടെ വിവരിച്ചല്ലോ നിങ്ങളോട്. ഒരുപാട് മനുഷ്യർ, കുട്ടികൾ തകർന്നു വീഴുന്ന യാംപാറ്റകളെ പോലെ മരിച്ചു പോകുന്ന കാഴ്ചകൾ ഗസയിലും ലോകത്തും ഉണ്ടാവുമ്പോ അതിനോടൊരു അക്ഷരം പോലും ഉരിയാടാൻ തയ്യാറാവാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നിങ്ങളെ വെറുപ്പിച്ചേക്കാം, നിങ്ങളെ അകൽച്ചയിലേക്ക് മാറ്റിപ്പോയേക്കാം. അഴിമതികൾ മാത്രം നടത്താനുള്ള വേദിയാണ് രാഷ്ട്രീയമെന്ന് ഒരുപക്ഷെ നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്നും പത്രങ്ങളിൽ നിന്നും നിങ്ങൾ ചിന്തിച്ചു പോയേക്കാം. അതും ഈ ലോകത്തെ ഒരു വ്യത്യസ്തമായ കാഴ്ചയല്ല. കള്ളന്മാർക്കും തോന്നിയാസികൾക്കുമുള്ള ഇടമാണ് രാഷ്ട്രീയമെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയാൽ തെറ്റു പറയാൻ സാധ്യമല്ല. ലോകം അത്തരത്തിലുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട MSFകാരെ, UKZ ജനറേഷനിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തലമുറ മാറ്റം എന്ന് പറയുന്നത് പണ്ടൊക്കെ പ്രായമുള്ളവർ, അതിനിടയിലുള്ള ചെറുപ്പക്കാർ, അതില്ലെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞ് വലിയ വിടവുണ്ടായിരുന്നു. വർഷങ്ങൾ കൊണ്ട് മാത്രം 2-3 വർഷങ്ങളിൽ മാത്രം വിടവുകൾ ഉണ്ടാവുന്ന പുതിയ കാലത്തെ ജനറേഷൻ ഗ്യാപ്പിൽ നന്മയും തിന്മയും തിരയുന്ന കുട്ടികൾക്കിടയിൽ നന്മയുടെ രാഷ്ട്രീയത്തെ ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ MSFകാർ ഈ കൊടി ചേർത്ത് പിടിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ നവാസായിയുടെ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ തെരുവിലും ഈ ക്യാമ്പസുകളിലും മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോ ഞങ്ങളുടെ ക്യാമ്പസിൽ കാത്തുനിന്നത് അപകടകരമായ ഒരു രാഷ്ട്രീയ ചിത്രമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വയനാട്ടിലെ കാർഷിക സർവകലാശാല ഫൈസും പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അവരുടെ കൂടെ MSF പ്രവർത്തകരും കൂടി ഞങ്ങൾ ആ ക്യാമ്പസിന്റെ പടിയിൽ പോയിരുന്നു. ഞങ്ങൾ ഈ ക്യാമ്പസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന കാലത്ത് മാത്രമല്ല പറയുന്നത്, ഞങ്ങൾ ഈ ക്യാമ്പസിൽ മാറി വന്ന രാഷ്ട്രീയ ചിത്രത്തിൽ ഉണ്ടായിരുന്ന പ്രയാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടിക്ക് എൻ്റെ സഹപാഠിയാണ്, അങ്ങനെ ഒരു സഹപാഠിയുടെ നെഞ്ചിലേക്ക് അവനെ കൊല്ലാൻ മടിയില്ലാതെ, അവനെ തകർത്തു കളയാൻ മടിയില്ലാതെ സാഡിസ്റ്റ് മനോഭാവം കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം സംഘബോധത്തെ നിർമ്മിക്കുന്ന ക്യാമ്പസുകൾ കേരളത്തിന്റെ ചിത്രമാണ്. നമ്മൾ അതേ ക്യാമ്പസിൽ കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കാണുന്നത് ഹോസ്റ്റലുകളിൽ കെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന കഞ്ചാവ് കെട്ടിയിൽ നിന്നും തൂക്കമെടുത്ത് വിൽക്കുന്ന കഞ്ചാവിന്റെ കാഴ്ചകൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാണുന്ന കാഴ്ചയാണ്. ഈ ഇത്തരം ക്യാമ്പസുകൾ മാത്രമല്ലല്ലോ, ക്യാമ്പസിലേക്ക് വരുന്ന പുതിയ കുട്ടികളെ, സ്കൂളിൽ വരുന്ന പുതിയ കുട്ടികളെ റാഗിംഗ് എന്ന സാഡിസത്തിന്റെ പേരിൽ ഇന്നും അടിച്ചും തൊഴിച്ചും കൊണ്ടുപോകുന്ന സാഡിസ്റ്റ് മനോഭാവം രാഷ്ട്രീയ മുദ്രാവാക്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന SFIക്കാരനെ പോലും ക്യാമ്പസിൽ കാണുന്ന കാലമാണ്. ആ കാലത്താണ് ഞങ്ങൾ രാഷ്ട്രീയമായി ക്യാമ്പസിലേക്ക് പോകുന്നത്. ഞങ്ങൾ പറഞ്ഞത് ഫോർജേഴ്സ് കിറ്റ് ദ ക്യാമ്പസ് എന്നാണ്. ഈ ഒരു തട്ടിപ്പുകാരും ഈ ക്യാമ്പസിൽ ഇടം വേണ്ടെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വപ്നം കണ്ട് പഠിക്കുന്നവരാണ് നമ്മൾ, ഉന്നതമായ മേഖലകളിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, പഠിക്കാൻ തയ്യാറായി എല്ലാം സമർപ്പിച്ച് ജീവിക്കുന്നവർ. അവരുടെ അച്ഛന്മാർ, അമ്മമാർ കുട്ടികളെ സ്കൂളിൽ അയക്കുമ്പോ അവർക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ മകൻ രാവും പകലുമില്ലാതെ പഠിക്കുമ്പോ അവർക്ക് ഉന്നതമായ മേഖലയിൽ എത്തിപ്പെടാൻ സാധ്യമാവുമ്പോ അവൻ എൻ്റെ കുടുംബത്തെ ഒന്ന് കാക്കും, നാട് കാക്കും, ഈ നാട് മനോഹരമായ രാഷ്ട്രീയ ചിത്രം ഉണ്ടാക്കിയെടുക്കും, അത് രാജ്യത്തിന് ഗുണമാവും. ഒരു കുട്ടിയുടെ സ്വപ്നമാണ്, ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് നമ്മൾ കരുതിയത് ലഭ്യമാവുന്ന സർട്ടിഫിക്കറ്റുകൾ അത് കൃത്യമായ അളവിൽ പഠിച്ചുണ്ടാക്കിയെടുത്തത് എന്നാണ്. എന്നാൽ ഓരോ യൂണിവേഴ്സിറ്റിയും ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ സംഘടനകൾ അവരുടെ നേതാക്കന്മാർക്ക് വേണ്ടി അടിച്ചുണ്ടാക്കുന്ന സർട്ടിഫിക്കറ്റുകൾ കണ്ട കാലമാണ്. വിറച്ചു പോവില്ലേ നമ്മള്? തകർന്നു പോവില്ലേ നമ്മള്? ലോകത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു വന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തെ, വിദ്യാഭ്യാസ സംവിധാനത്തെ തകർത്തു കളഞ്ഞ രാഷ്ട്രീയ സംഘടനക്കിടയിൽ അതിമനോഹരമായ പോരാട്ടമാണ് MSF നടത്തിയത്. ആ പോരാട്ടത്തിന്റെ ഭാഗമായാണ് നമ്മൾ നേടിയെടുത്ത എല്ലാ വിജയങ്ങളും. നമ്മൾ ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിച്ചു പോകുമ്പോ ഫോർജേഴ്സ് കിറ്റ് ദ ക്യാമ്പസ് എന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഏറ്റുപിടിച്ച കുട്ടികൾക്കിടയിൽ MSFകാർ മാത്രമല്ല, എല്ലാ സംഘബോധത്തിലെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വയനാട്ടെ ക്യാമ്പസുകൾ ഓരോന്നോരോന്നായി അഭൂതപൂർവമായ വിജയങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ കാലമാണ് ഈ MSFന്റെ കാലമെന്ന് ഞാൻ ചേർത്ത് വെക്കുന്നത്. നമ്മൾ പിടിച്ച മുദ്രാവാക്യം, നമ്മൾ ഉയർത്തിയ കൊടി, അത് ഈ ക്യാമ്പസിൽ ഏറ്റുപിടിച്ചത് നമ്മൾ ആത്മാർത്ഥമായി സംവദിച്ചതിന്റെ ഭാഗമായെന്ന ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട MSFകാരെ, ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരു സംഘടനയുടെ പ്രവർത്തനം എന്ന നിലക്ക് ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിക്കുന്നവരെ തെരുവിൽ നേരിട്ടത് എത്രമേൽ അപകടത്തോടെയാണ് നമ്മൾ നോക്കിക്കണ്ടത്. ഇതേ വയനാടിലാണ് ഒരുപാട് ക്യാമ്പസിന്റെ പുറത്ത് MSFകാരെ അടിച്ചും തൊഴിച്ചും നിങ്ങൾ നേരിട്ടത്. അതേ ക്യാമ്പസിൽ MSFന്റെ പതാകയുമായി പോയി MSFന്റെ കൊടി പടർത്തി ആ ക്യാമ്പസ് പിടിച്ചടക്കുന്നവരെ പൊരുതിയവർ, എൻ്റെ പിന്നിരിക്കുന്നവരെ മുന്നിരിക്കുന്ന MSFകാരാണ്. വയനാടിന്റെ ചരിത്രം മാറ്റിയവരാണ്. നിങ്ങളാണ് അഭൂതപൂർവമായ ഒരു കാലത്തെ സമ്മാനിച്ചത്. വയനാട്ടെ NMSM ഗവൺമെന്റ് കോളേജും വയനാട്ടെ പഴശ്ശിരാജ കോളേജും
ചരിത്രത്തിൽ തങ്കലിപികളെ എഴുതി വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ് MSF ഉണ്ടാക്കിയ ചരിത്രത്തിന്റെ പേരിലാണ്. നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ വലിപ്പമാണ്. എന്റെ പ്രിയപ്പെട്ട MSFകാരെ, നിങ്ങൾ ഈ ചേർത്ത് പിടിക്കുന്ന കൊടിയുണ്ടല്ലോ, ഒരുപാട് മനുഷ്യരുടെ പ്രയത്നത്തിന്റെ ഫലമായി ബാക്കി വന്ന കൊടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ തെരുവിൽ സംഘബോധത്തിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ നാടും നഗരവും വിട്ട് വയനാടിന്റെ മേലയിലേക്ക് ചേക്കേറിയ മനുഷ്യർ വയനാടിന്റെ ചരിത്ര പുസ്തകങ്ങളിൽ ഉണ്ട്. ഈ നാടും നഗരവും ചേർത്ത് വെച്ച് മുന്നോട്ട് പോവാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമുദായത്തെ ചേർത്ത് വെക്കുന്ന മനുഷ്യരെ, ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കൊതിക്കുന്നവർ എന്ന നിലക്ക് എല്ലാ ഇടങ്ങളിൽ നിന്നും ഓടി വന്ന് ഈ മണ്ണോട് ചേർന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, നമ്മൾ നേടിയെടുത്ത വിജയങ്ങളുണ്ടല്ലോ, നമ്മൾ മുന്നോട്ട് വെച്ച കാലത്തിൽ നമുക്ക് സമ്മാനിച്ച അത്ഭുതകരമായ നേട്ടങ്ങളുണ്ടല്ലോ, രാഷ്ട്രീയപരമായും സാമൂഹികമായും സാംസ്കാരികപരമായും നമ്മൾ നേടിയ ഉന്നമനമുണ്ട്. ആ ഉന്നമനം നേടിയെടുക്കുന്നതിന് പിറകിൽ ഒരുപാട് മനുഷ്യരുടെ പോരാട്ടത്തിന്റെ കഥയുണ്ട്. അവർ ലോറികളിൽ സഞ്ചരിച്ചു വന്ന് ഓരോ തെരുവിലും ഒരുമിച്ച് താമസിച്ച് ജീവിച്ച് അവർക്കിടയിൽ സംവദിച്ച് പാർട്ടി ഉണ്ടാക്കിയ ചരിത്രം. ഓരോ മേഖലയിലും സഞ്ചരിച്ച് റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ പോയി സാധാരണക്കാരെ കണ്ട് ആ മനുഷ്യരോട് പാർട്ടിയെ കുറിച്ച് പറഞ്ഞ് ഇത് ചേർത്ത് പിടിക്കും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോവില്ല, ലീഗിന്റെ കൊടി പിടിക്കും, നിങ്ങൾ വീണു പോവില്ല, നിങ്ങൾ അവകാശത്തെ കുറിച്ച് സംസാരിക്കും, ഞങ്ങൾ ഉണ്ടാവുമെന്ന് അങ്ങനെ ബോധ്യപ്പെടുത്തി സംവദിച്ച് ഒരു കൂട്ടം മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് ലീഗ് എന്ന പ്രത്യയശാസ്ത്രത്തെ പഠിപ്പിച്ച് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിമാനം ഉണ്ടാക്കിയ പാർട്ടിയാണ് നമ്മുടെ കയ്യിൽ കൈമാറി തന്നിട്ടുള്ളത്. ഒരു പൂർണ്ണാർത്ഥത്തിൽ അഭിമാനത്തോടു കൂടി ഒരു പുതിയ തലമുറയിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ മടി കാണിക്കാത്ത തലമുറ അണിനിരുന്നു എന്നതാണ് ഇന്നത്തെയും രാഷ്ട്രീയത്തിന്റെ ഏറ്റവും മനോഹരമായ ഇടമെന്ന് ചേർത്ത് വെക്കുകയാണ്. ഒരുപിടി പ്രയാസങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ എല്ലായിടത്തും പ്രതിപക്ഷത്താണ് എന്നതാണ്. ഇന്ത്യയിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. രാജ്യത്തെ അധികാരങ്ങൾ കയ്യിലുള്ള സംവിധാനങ്ങളെ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയുന്ന ആളുകൾ ഡോമിനേഷനായി ഒരു സമൂഹത്തെ തകർത്തു കൊണ്ടുപോകുന്ന ഒരു കാലമാണ്. പതറിപ്പോയിട്ടില്ല. വിശ്വാസം ചേർത്ത് വെച്ച് മുന്നോട്ട് പോയവരാണ് നമ്മൾ. എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ മടിയില്ലാതെ, പൊരുതാൻ മടിയില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിശ്വാസമാണ് കരുത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊരു ഭാഗത്ത് ശത്രു എന്ന ബോധ്യം നമുക്കുണ്ട്. എന്നാൽ കേരളത്തിൽ ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെയാണെന്ന് പ്രഖ്യാപിച്ച് ഈ സമൂഹത്തിൽ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും ഈ ന്യൂനപക്ഷങ്ങളെ തകർക്കുന്ന നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായ CPM ഭരിക്കുന്ന ഗവൺമെന്റ് നമ്മളെ പൂർണ്ണാർത്ഥത്തിൽ തകർക്കുന്ന ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനെതിരെയും രാഷ്ട്രീയമായി ഇടപെടുകയും സംവദിക്കുകയും ചെയ്ത, അതിന്റെ പോരാട്ടങ്ങൾ നയിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നമുക്ക് ഇനിയും ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സംസ്ഥാനത്തെ വ്യത്യസ്തമായ ക്യാമ്പസുകളിലും സ്കൂളുകളിലും 10ാം ക്ലാസ് ജയിച്ച് പഠിക്കുന്ന കുട്ടികളുണ്ട്. അവർക്ക് +1 സീറ്റ് വേണമെങ്കിൽ തിണ്ണ നിരങ്ങേണ്ട ഗതികേട് എത്ര കാലമായി അനുഭവിക്കുന്നു. നമ്മൾ പഠിക്കുന്നവരല്ലേ, ഉന്നതമായ വാക്കുകൾ വാങ്ങുന്നവരല്ലേ. അങ്ങനെ പഠിച്ചു ജയിക്കുന്ന നമ്മൾക്ക് പഠിക്കാൻ സൗകര്യമൊരുക്കാൻ ഈ 10 വർഷക്കാലമായിട്ടും 9 വർഷക്കാലമായിട്ടും പിണറായി സർക്കാരിന് കഴിയാതെ പോകുന്നത് അവർക്കിത് അറിയാത്തത് കൊണ്ടല്ല, കൃത്യമായി ഒരു ഫാസിസം നടപ്പിലാക്കുകയാണ്. അത് ഇന്റലക്ച്വൽ ഫാസിസമാണ്. വളരെ കരുതിക്കുട്ടി ഒരു സമൂഹത്തെ തകർത്തു കളയാൻ. മലബാർ എന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രം പിന്തുണയുള്ള നഗരമാണോ? അല്ലല്ലോ. ഈ നഗരം എന്ന് പറയുന്നത് CPMകാർക്ക് അധിവസിക്കാനും MLAമാരുള്ള നാടാണ്. എന്തുകൊണ്ടാണ് ഈ പിന്നോട്ടടിക്കൽ? നിങ്ങൾ അറിയോ പ്രിയപ്പെട്ടവരെ, ഈ സംഘബോധം ഉണ്ടാക്കിയെടുത്ത രാഷ്ട്രീയ ചിത്രം അറിയോ നിങ്ങൾക്ക്? ഇവിടെ വയനാട്ടിൽ സാധാരണക്കാരായ മനുഷ്യർ, ആ പ്രിയപ്പെട്ടവരെ, ഇവിടെ തകർന്നു പോയില്ലേ? നമ്മുടെ മുമ്പിൽ കാഴ്ചകൾ ഉണ്ടായില്ലേ? മണ്ണൊലിപ്പിൽ തകർന്നുപോയ ജീവൻ ഉണ്ടായില്ലേ? അവരെ ചൂണ്ടിയിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അവിടെ കൊണ്ടുപോയി ലീഗ് ഉണ്ടാക്കിയെടുക്കുന്ന പണി ശരിയായ പണിയല്ല എന്നാണ്. ഞാൻ അതേ പാർട്ടിക്കാരോട്, അതേ CPMകാരോട് പറയട്ടെ, ഞങ്ങളുടെ പൂർവികർ, ഇവിടെ ജീവിച്ച മനുഷ്യർ, അവർ ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് പഠിക്കാൻ പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കുമ്പോൾ, സ്കൂൾ ഉണ്ടാക്കുമ്പോൾ, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുമ്പോൾ, കോളേജ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിമിനെ മാത്രം പഠിക്കണം എന്നാണ് ആഗ്രഹിച്ചത്. ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയില്ലേ ഇവിടെ? WM ഉണ്ടാക്കിയില്ലേ ഇവിടെ? പഠിക്കുന്നവർ എത്രയുണ്ട് അവിടെ? പഠിക്കാൻ വരുന്നവർ ഏതെങ്കിലും ഒരു മതവിഭാഗക്കാർ ആണോ? അവനോട് മതം ചോദിച്ചോ? ജാതി ചോദിച്ചോ? ഏത് വിഭാഗക്കാരാണ് ചോദിക്കില്ല. ഞങ്ങളുടെ സമുദായം ചേർത്തുണ്ടാക്കിയ പണം കൊണ്ടുപോയിട്ട് വെച്ചിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി സംസാരിച്ച രാഷ്ട്രീയത്തിന്റെ പേരാണ് ലീഗ് എന്ന് പറയുന്നത്. അതേ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഞങ്ങളിവിടെ പ്രയാസം അനുഭവിക്കുന്ന, പ്രതിസന്ധി അനുഭവിക്കുന്നവർക്കിടയിൽ ഓടി വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ മുന്നോട്ട് പോകും. നിങ്ങൾ പറഞ്ഞതുകൊണ്ട്, തള്ളിപ്പറഞ്ഞതുകൊണ്ട്, ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചതുകൊണ്ട് മാറി നിൽക്കുന്ന സംവിധാനമേ അല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും പിറകെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. ഒരു പ്രതീക്ഷയായി ഞങ്ങൾ ഉണ്ടാവും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർത്ത് നിൽക്കാൻ ലീഗ് ഉണ്ടെന്ന വിശ്വാസമാണ് ഞങ്ങൾ നയിക്കുന്നത്. അതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ, നാടുനാളാന്തരങ്ങളിൽ CH സെന്ററുകളുണ്ട്. അവിടെ വന്ന് പ്രയാസങ്ങൾ തീർക്കാൻ വരുന്ന പാവപ്പെട്ടവരുണ്ട്. അവർക്കെന്തിനാണ് മതം ചോദിക്കുന്നത്? അവർക്കെന്തിനാണ് ജാതി ചോദിക്കുന്നത്? ഇവിടെയും അതില്ല. അല്ലാത്ത ചിന്തയുമായി
പിണറായി വിജയൻ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ കരുതിക്കൂട്ടി ക്യാമ്പയിൻ നടത്താൻ ഈ സർക്കാരിന് പ്ലാനുണ്ട്. ഇന്റലക്ച്വൽ ഫാസിസമാണ്. സ്കോളർഷിപ്പ് തള്ളുന്നത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, സാധാരണക്കാരായ പാവപ്പെട്ട SC/ST വിഭാഗക്കാരുടെ സ്കോളർഷിപ്പ് തള്ളിക്കളയുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുലത്തൊഴിൽ ഒരു കുടുംബം എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാലവും അതേ കുലത്തൊഴിൽ അവർ ജീവിക്കണം. അല്ലെങ്കിൽ ഈ പതാക പിടിക്കാൻ CPM-കാരനും SFI-കാരനും ആളുണ്ടാവില്ല, അതിന് കൊടിപിടിക്കാൻ ആളുണ്ടാവില്ല. ആ തിരിച്ചറിവിൽ കുലത്തൊഴിൽ ജീവിക്കുന്ന മനുഷ്യർ അതേ കുലത്തൊഴിലിൽ മരിച്ചു വീഴണമെന്ന് കൊതിക്കുന്ന രാഷ്ട്രീയത്തെ എങ്ങനെയാണ് പുരോഗമന രാഷ്ട്രീയം എന്ന് വിളിക്കാൻ സാധ്യമല്ല. തള്ളിക്കളയേണ്ട പ്രത്യയശാസ്ത്രമാണത്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഈ കൊടി പിടിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ്. ഏത് വിഭാഗക്കാരനായാലും നമ്മൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഐഡന്റിറ്റി മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് കൂടെ നിൽക്കുന്നവരാണ്. ഞങ്ങൾ പിറകോട്ടായി പോയിട്ടുണ്ട്, ഞങ്ങൾ മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. നിങ്ങളാരും വഴിയൊരുക്കിയിട്ട് മാത്രമല്ല, ഈ രാജ്യത്തെ ഭരണഘടന ഞങ്ങൾ ചേർത്ത് വെച്ചിട്ട് അതേ ഭരണഘടനാ അസംബ്ലിയിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച നേതാക്കന്മാരുണ്ട്. ഈ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ആ സഭയിൽ പ്രൊവിഡൻസ് അസംബ്ലിയിൽ നമുക്ക് വേണ്ടി സംസാരിച്ചത് ലീഗ് നേതാക്കന്മാർ മാത്രമല്ല, ഈ രാജ്യത്തെ എല്ലാ വിഭാഗക്കാരും ഉണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ രാജ്യം നിലനിൽക്കുന്നതിന് ആധാരമായ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സംവരണമായിരുന്നു. ഞങ്ങൾ പോരടിച്ചു നേടിയതാണ്. ഈ രാജ്യം നിലനിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഫെഡറലിസമാണ്. ഞങ്ങൾ വാദിച്ചുണ്ടാക്കിയെടുത്തതാണ്. ഭരണഘടന ഉണ്ടാക്കുന്ന സഭയിൽ ഞങ്ങളുടെ നേതാക്കന്മാർ നടത്തിയ പ്രസംഗമുണ്ട്. മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, പോക്കർ സാഹിബ്, പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാർ നടത്തിയ പ്രസംഗത്തിന്റെ ഫലമായാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന എല്ലാ സൗകര്യങ്ങളും. ആ സൗകര്യത്തെ ചേർത്ത് വെച്ച് പറയട്ടെ, ഞങ്ങൾ ഇനിയും പോരടിക്കാൻ തയ്യാറാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ മുന്നിലുണ്ടായാലും മുന്നോട്ട് തന്നെയാണ് കുതിക്കുക. ഒരു പരിധിയില്ലാതെ പൊരുതാൻ ഞങ്ങൾക്കൊരു മടിയില്ല. ഞങ്ങളുടെ സ്കോളർഷിപ്പിനെ നിങ്ങൾ തകർത്തിട്ടുണ്ട്, അതിന്റെ പരിശ്രമം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂർണ്ണാർത്ഥത്തിൽ +1 സീറ്റുകൾ തള്ളിക്കളയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ കോഴ്സുകൾ പുതിയ കാലത്തിന്റെ അപ്ഡേറ്റുകൾ നടത്താൻ നിങ്ങൾ തയ്യാറല്ല. ഞങ്ങൾക്ക് തിരിച്ചറിവുണ്ട്. വായ്സീറ്റുകളെല്ലാം തകർക്കാൻ നിങ്ങൾ ആസൂത്രണമായ ശ്രമം നടത്തിയിട്ടുണ്ട്. SFI-കാരൻ അതിന്റെ പിറകിലുണ്ട്. ഞങ്ങൾ പിറകോട്ട് പോയിട്ടില്ല. ലോകത്തെ മാറ്റങ്ങളൊക്കെയും ഉൾക്കൊണ്ട് ആ മാറ്റത്തെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. ഞങ്ങളത് ചേർത്ത് വെക്കുന്നു, മുന്നോട്ട് പോകുന്നു, അതിനുവേണ്ടി പൊരുതുന്നു, അതിനുവേണ്ടി സംസാരിക്കുന്നു. മാറ്റങ്ങൾ ഉണ്ടാവണം, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. എന്നാൽ ഒരു ഭിന്നശേഷി സംവരണം എന്ന് പറഞ്ഞ് ഇന്നും സമൂഹത്തിൽ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്നതായ ഒരു സമീപനം ഇല്ലാത്ത രീതി സ്കൂളുകളിലുണ്ട്. നോക്കൂ, നിങ്ങളെ സ്ഥാപനം നടത്തുന്നവരെല്ലാവരും ഒരു സ്കൂളിൽ ഒരു പുതിയ അഡ്മിഷനായി ഒരു അധ്യാപകനെ ചേർക്കണമെങ്കിൽ ഭിന്നശേഷിക്കാരന്റെ അവകാശം എന്ന സീറ്റ് കൊടുക്കണം. ശരിയാണ്, കൊടുക്കണം, തർക്കമില്ല. പക്ഷേ ഇപ്പോഴും ആ ഭിന്നശേഷിക്കാരൻ ഒരു സീറ്റ് ലഭിക്കണം എന്നതിന്റെ പേരിൽ മാത്രം ഒരുപാട് സീറ്റുകൾ ഇന്നും ഒഴിഞ്ഞു കിടക്കുകയാണ്. അവർക്ക് സ്ഥിര അധ്യാപകരില്ല, കമ്മിറ്റ്മെന്റ് അധ്യാപകരില്ല. എത്ര പേരാണ്, എത്ര കുട്ടികളാണ് അവരുടെ ക്ലാസ് റൂമിൽ അവർക്ക് വേണ്ട അവകാശപ്പെട്ട വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നത്? അതിനാരാണ് കാരണം? ഈ സർക്കാരിന് നടപടിയെടുക്കാൻ സാധ്യമല്ലേ? സാധ്യമാണല്ലോ. എന്നിട്ട് കുട്ടികളുടെ സ്വപ്നങ്ങളെ തകർത്ത് കളയുന്ന ഒരു നിലപാട് ഇന്നും സർക്കാർ തുടരുകയാണ്. ഞങ്ങൾ ഈ വാദം നിരന്തരമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. 16,000-ഓളം അധ്യാപക ഒഴിവുകൾ വെറും താൽക്കാലിക ജോലിക്കാരായി മാത്രം ഈ കേരളത്തിന്റെ മണ്ണിലുണ്ട്, വിശിഷ്യ മലബാറിലുണ്ട്. അതുകൊണ്ട് വെറും 200 സീറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള പ്രശ്നത്തിന് 16,000-ഓളം അധ്യാപകരെ തടഞ്ഞു വെച്ച് ഇവരെ നശിപ്പിച്ചു കളയുന്ന ഒരു തലമുറയാണ്. എത്രമേൽ അപകടകരമായ പ്രശ്നമാണ്. ഞങ്ങളത് പറഞ്ഞപ്പോഴും അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. നിങ്ങൾ കോടതിയിലേക്ക് പോകൂ എന്നാണ് പറയുന്നത്. എല്ലാം കോടതിയിലേക്ക് പോയിട്ടാണോ തീർക്കാറുള്ളത്? നിങ്ങളെല്ലാം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വേണ്ടതൊക്കെയും എഴുതിയെടുത്ത് കൊണ്ടുപോകുന്നവരല്ലേ നിങ്ങൾ? ഫ്ലക്സ് അടിക്കുന്നവരല്ലേ നിങ്ങൾ? പരിഹാരം കാണേണ്ടത് പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അവർക്ക് അധ്യാപകർ വേണം, അവരോട് കമ്മിറ്റ്മെന്റുള്ള അധ്യാപകർ വേണം, ഗവൺമെന്റിനോട് കമ്മിറ്റ്മെന്റുള്ള അധ്യാപകർ വേണം. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ തകർന്നു പോകും, പിറകോട്ടായി പോകും. ആ വിഷയം MSF ഒരു സമരമുഖവുമായി മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും അതിന് പിറകിൽ സവിജീവമായി നമ്മൾ ഉണ്ടാവുമെന്ന് ചേർത്ത് വെക്കുകയാണ്. മറ്റൊന്ന്, എല്ലാ അർത്ഥത്തിലും നിങ്ങൾ പറ്റിക്കലാണ്. അവസാനം നിങ്ങൾ മെസ്സിയിലും പറ്റിച്ചു. പുതിയ തലമുറയിൽ എല്ലാവിധ പോരാട്ടങ്ങൾക്കും മടിയില്ലാത്തൊരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കുക എന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പോരാട്ടത്തിന്റെ ഭാഗമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട MSF-കാരോട് അവകാശ പോരാട്ടമാണ് നമ്മൾ വിധിയിൽ ചേർത്ത് വെക്കേണ്ട ഒന്ന്. ഈ പതാക പിടിച്ചു പൊരുതുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ കയ്യിലേക്ക് അവകാശത്തെ കൊണ്ടുവരും എന്ന് കരുതിയോ? നിങ്ങൾ ആരും കൊണ്ടുതരില്ല. നിങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ ചേർന്ന് നിന്ന് എൻ്റെ അവകാശമാണ് ഈ ബസ്സിൽ പോവേണ്ടത്, അതിൽ കൊടുക്കേണ്ട തുക കൺസെഷൻ തുകയാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കഴിയില്ലെന്ന് പറയുമ്പോൾ അവന് നേർക്ക് കൈ ചൂണ്ടലാണ് നമ്മുടെ ബോധം, അവകാശ ബോധം എന്നത്. നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത്, ചോദിച്ചു വാങ്ങേണ്ടത് നമ്മൾ തന്നെയാണ്. മടിയില്ലാതെ പൊരുതാൻ നമ്മൾ വിധിക്കപ്പെട്ടവരാണ്. നമ്മൾ ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് കരുത്തായി നിൽക്കാൻ തീരുമാനിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നമുക്ക് 2 വഴികളുണ്ടായിരുന്നു. എന്താണ് വഴി? ഒന്ന്, ഈ രാജ്യത്തിന്റെ ഭരണഘടനാ കേന്ദ്രങ്ങളോട് മല്ലിടിക്കാൻ തീരുമാനിക്കുക. ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ലേ നമുക്ക്? ഇവിടെ 100 പേരുണ്ട് എന്നിരിക്കട്ടെ, 80 പേർ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ,
20 പേർ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകൾ. ആ 20 പേർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. എന്നെ ആക്രമിച്ചു കളയുമോ, എന്നെ കൊന്നു കളയുമോ, നശിപ്പിച്ചു കളയുമോ, എന്നെ സ്വപ്നങ്ങൾ തകർത്ത് കളയുമോ, ഈ ചിന്ത ഉണ്ടാവില്ലേ? മനുഷ്യർക്ക് സ്വാഭാവികമായി ഉണ്ടാവും. അവരെന്തു ചെയ്യും? അവർ ആയുധങ്ങൾ ശേഖരിക്കും. അവരുടെ ആയുധങ്ങൾ ശേഖരിച്ച് സംഭരിച്ചു വെച്ച് സംവിധാനത്തോടെ യുദ്ധം ചെയ്യും. തകർന്നു പോകും. നമ്മൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല. പിറകോട്ടായി പോകും. നമ്മൾ തകർന്നു പോകും. ലോകത്തെല്ലായിടത്തും പ്രശ്നമുണ്ടല്ലോ. ബംഗ്ലാദേശിലുണ്ടല്ലോ, പാകിസ്ഥാനിലുണ്ടല്ലോ, ഉക്രൈനിലുണ്ടല്ലോ, ലോകത്തെല്ലാ രാജ്യങ്ങളിലുമുണ്ട്. പിന്നോക്കം നിൽക്കുന്ന സമുദായം അവർ അവിടെ ഏതെങ്കിലും രൂപത്തിലൊരു യുദ്ധം പ്രഖ്യാപിച്ചാൽ അവർ തകർന്നു പോകും. അവരുടെ അവകാശങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. അവർ ആ നാട്ടിലെ തീവ്രവാദികളായി മാറും. അത് വിശ്വാസത്തിന്റെ ഭാഗമല്ലെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അങ്ങനെയാവുമായിരുന്ന ഒരു കാലം സാധ്യതയുണ്ടായിരുന്നു. മറ്റൊന്ന്, ഇവിടുത്തെ എല്ലാ സിസ്റ്റത്തിനെയും കൂടെ നിൽക്കുക, അവകാശം നേടിയെടുക്കാനുള്ള സിസ്റ്റത്തിന്റെ ഭാഗമായി വരിക. MLA മാരുണ്ടാക്കുക, വാർഡ് മെമ്പർമാരുണ്ടാക്കുക, എല്ലാ ഇടങ്ങളിലും നമ്മൾ ഉണ്ടാവുക, അവകാശത്തെക്കുറിച്ച് സംസാരിക്കുക. എണ്ണം കുറവായിരിക്കും, പക്ഷേ രാജ്യത്തിന്റെ മുന്നോട്ട് പോക്കിന് കരുത്തായ ഒരു സംവിധാനമായി നിൽക്കുക. രാജ്യത്തെ വെട്ടിപ്പിടിക്കുമ്പോൾ അതിനെണ്ണത്തിൽ നമ്മൾ ഉണ്ടാവുക, അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഈ രാഷ്ട്രീയ ദൗത്യമാണ് ലീഗ് നിർവഹിച്ചത്. മനോഹരമായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ കുട്ടികൾ ഇവിടെ മുദ്രാവാക്യം വിളിക്കുന്ന കുട്ടികൾ നാളെ തെരുവിലല്ല നിങ്ങൾ വേണ്ടതെന്ന് MSF പറയുമ്പോൾ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. അത് CHന്റെയും സിരി സാഹിബിന്റെയും സ്വപ്നമാണ്. ആ സ്വപ്നം എന്നത് വരും നാളുകളിൽ മനോഹരമായ രാഷ്ട്രീയത്തെ ചേർത്ത് വെച്ച് മുന്നോട്ട് പോവാൻ, നിങ്ങൾ സമുദായത്തെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുക എന്നതാണ്. മനുഷ്യരെ മാത്രം ചേർത്ത് വെച്ച് ഒരുപോലെ കാണാനുള്ള മനസ്സുണ്ടാവുക. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ കൊടി പിടിച്ചതുകൊണ്ട്, ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ തലമുറക്കാർ എന്ന നിലക്ക് അതൊരിക്കലും മാറ്റി നിർത്തേണ്ട ഒന്നല്ല. അതുകൊണ്ട് പ്രധാനമായി നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നമ്മുടെ പോരാട്ടം നന്മയിലേക്ക് വേണ്ടിയാണ്, നല്ലൊരു നാളേക്ക് വേണ്ടിയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും നാഥൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ദക്കിയാനൂസ് രാജാവിന്റെ പോരാട്ടം മനസ്സിൽ സൂക്ഷിക്കേണ്ട പോരാട്ടമാണ്. എൻ്റെ പ്രിയപ്പെട്ട MSFകാരോട് അവസാനമായി ചേർത്ത് വെക്കട്ടെ, നമ്മൾ ഒരു തലമുറയിൽ ഓർത്തുവെക്കേണ്ട വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ പ്രധാന ചരിത്രമാണ് ദക്കിയാനൂസ് രാജാവിനോടുള്ള ഒരു പോരാട്ടമുണ്ട്. യുവാക്കൾ ആ ദക്കിയാനൂസ് രാജാവിനോട് ഏകദൈവ വിശ്വാസത്തിന്റെ പിറകിൽ പോകുന്നവരെ കൊന്നുകളയുമെന്ന് പറയുമ്പോൾ അതിൽ നിന്നും എല്ലാ അർത്ഥത്തിലും രക്ഷപ്പെടാൻ മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ ഒളിച്ചു നിൽക്കുന്ന യുവാക്കളുണ്ട്. ആ യുവാക്കൾ അവിടെ പോയി നിന്നിട്ട് അവർ വീണ്ടും തളർന്നിരിക്കുകയാണ്. ചർച്ച നടക്കുകയാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലേ? മുന്നോട്ട് പോകാൻ പ്രയാസം ഉണ്ടാവുമോ? പിടികൊടുക്കണോ നമ്മൾ? അല്ലെങ്കിൽ ദക്കിയാനൂസിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നിന്നു കൊടുക്കണോ? ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിനൊടുവിൽ ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിശുദ്ധ ഖുർആന്റെ വാചകം അതാണ്, എന്നാണ്. നമ്മൾ തയ്യാറാവുന്ന ഒരു ഘട്ടമുണ്ട്. നരേന്ദ്രമോദി നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. പോരാടാൻ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിണറായി വിജയൻ ഞങ്ങളുടെ സമുദായത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. തയ്യാറായി പോരാട്ടത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടാവും, അള്ളാഹു കൂടെ ഉണ്ടാവും. ആ ബോധമാണ് നമ്മൾ നയിക്കുന്നത്. വീണുപോവില്ല. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോ നമ്മുടെ കയ്യിലേക്ക് ആയുധം കൊണ്ടുവരുന്നവർക്ക് തള്ളി മാറ്റിയിട്ട് അത് പേനയായി പിടിപ്പിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ്. ആ പാർട്ടിയാണ് നമ്മൾ നയിക്കുന്നത്, ആ പതാകയാണ് നമ്മൾ നയിക്കുന്നത്. അത് ചേർത്ത് വെച്ചിട്ടൊരു പോക്കുണ്ട്, ചേർത്ത് വെച്ച് പൊരുതലുണ്ട്. അത് തുടരും. എല്ലാ പ്രതിസന്ധികൾക്ക് മുമ്പിൽ വീണു പോവാതെ പൊരുതാൻ നമുക്ക് ആത്മവിശ്വാസമുണ്ട്, വിശ്വാസമുണ്ട്. ആ കരുത്തിൽ ഈ പതാക നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ആത്മവിശ്വാസം നൽകിയ, നമ്മളെ വിദ്യാഭ്യാസം വേണമെന്ന് പഠിപ്പിച്ച, ഞങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്തം ബോധ്യപ്പെടുത്തിയ, നമ്മളെ നാടിനോടുള്ള രാജ്യത്തോടുള്ള കൂറ് പഠിപ്പിച്ച ഒരു മനോഹരമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചേർത്ത് വെച്ച് ജീവൻ മരണ പോരാട്ടം നടത്തി മരിച്ചു പോകുമ്പോ ആ പച്ച പതാക ചേർത്ത് വെച്ച് മരിക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സ് അതുണ്ടാക്കിയെടുക്കാൻ, അതുവഴി വീണു പോവാതെ പൊരുതാൻ കൂടെ ഞങ്ങളും ഉണ്ടാവും. ഒരുപാട് മനുഷ്യർ മരിച്ചു പോയിട്ടുണ്ട്. അവർ നമ്മളിൽ പ്രാർത്ഥനാ നിരതരായി കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യം അർപ്പിച്ച് നിർത്തുന്നു. ജയ് ഹിന്ദ്.